Population ecology life table. A life table in ecology is a demographic tool used to summarize the survival and reproductive rate of a population at different ages. ഒരു പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ പല ഏജിലുള്ള ആളുകൾ ഉണ്ടാവും ഇല്ലേ? അപ്പൊ ഈ പല ഏജിലുള്ള ആളുകളുടെയും അവരുടെ സർവൈവൽ റേറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ടേബിൾ ആണ് ഈ ലൈഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിനെ മോർട്ടാലിറ്റി ടേബിൾ എന്ന് പറയാം. കാരണം ഇറ്റ് ഇസ് എ ടേബിൾ വിച്ച് ഷോ ഫോർ ഈച്ച് ഏജ് what the probability is that a person of that age will die before his or his നെക്സ്റ്റ് ബർത്ത്ഡേ. അപ്പൊ അവരുടെ അടുത്ത ബർത്ത്ഡേക്ക് മുന്നേ എപ്പോഴാണ് മരിക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ടേബിൾ ആണ് ഈ ഒരു ലൈഫ് ടേബിൾ എന്ന് പറഞ്ഞാല്. ഓക്കെ, മാത്രമല്ല നമുക്ക് ഈ ഒരു ലൈഫ് ടേബിൾ നോക്കി എന്തൊക്കെ മനസ്സിലാക്കാം. അതായത് ദ പ്രോബബിലിറ്റി ഓഫ് സർവൈവിങ് എനി പർട്ടിക്കുലർ ഇയർ ഓഫ് ഏജ്, ഈ ഒരു ഏജിലുള്ളവർ എത്ര നാള് ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ റിമൈനിങ് ലൈഫ് എക്സ്പെക്ടൻസി ഫോർ പീപ്പിൾ അറ്റ് ഡിഫറെന്റ് ഏജസ്. ഇപ്പൊ എനിക്ക് ഒരു 25 വയസ്സുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു 28 വയസ്സുണ്ട്. അപ്പൊ എന്റെ പ്രോബബിലിറ്റി അറിയാൻ പറ്റും എനിക്ക് എത്രത്തോളം ലൈഫ് എക്സ്പെക്ടൻസി ഇനി ഉണ്ട്, അല്ലെങ്കിൽ ഇനി എത്രത്തോളം ജീവിക്കാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല മെന്നിന്റെയും വുമണിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവർക്ക് രണ്ടുപേർക്കും മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ വുമൺ ഇന്ന ഏജിലുള്ള വുമൺ എത്ര നാൾ ജീവിക്കും, ഇല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ടേബിൾ ആണ് ഈ ഒരു ലൈഫ് ടേബിൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ലൈഫ് ടേബിൾ നമ്മൾ ഉണ്ടാക്കണം എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളൊരു പോപ്പുലേഷൻ സെലക്ട് ചെയ്യുക. പോപ്പുലേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈഫ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കുക. ആദ്യം തന്നെ മൊത്തം പോപ്പുലേഷൻ നമ്മൾ പല ഏജ് ഗ്രൂപ്പ്സ് ഉള്ള ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലായി, കുറെ ഏജ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ തന്നിരിക്കുന്നതാണ് ലൈഫ് ടേബിൾ. അപ്പൊ ഈ ലൈഫ് ടേബിൾ നോക്കിക്കുക, അതിൽ എന്തൊക്കെയുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഏജ് ക്ലാസ്സിലുള്ള ആളുകൾ, NX എന്ന് പറഞ്ഞാല് ആ ഒരു ഏജ് ക്ലാസ്സിലുള്ള ആളുകൾ എത്ര ടോട്ടൽ നമ്പേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഈച്ച് ഏജ് ക്ലാസ് ആണ് NX എന്ന് പറയുന്നത്. DX എന്ന് പറഞ്ഞാല് ആ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൽ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്, അവരുടെ ഡെത്ത് റേറ്റ് ആണ് കാണിക്കുന്നത്. LX എന്ന് പറഞ്ഞാൽ എന്താണ്? LX എന്ന് പറഞ്ഞാൽ ഏജ് സ്പെസിഫിക് സർവൈവൽ റേറ്റ് ആണ്. MX എന്ന് പറഞ്ഞാലോ ഏജ് സ്പെസിഫിക് ബർത്ത് റേറ്റ് ആണ്. അതുപോലെ LX ഇൻറ്റു MX കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിവിടെ നോക്കിക്കേ, എക്സ് കോളം എടുത്ത് എക്സ് കോളത്തിൽ നമ്മൾ പല ഏജിലുള്ള ആളുകളെ ഇട്ടിട്ടുണ്ട്. NX നോക്കിക്കേ, അതിൽ ആദ്യത്തെ നോക്കിക്കേ 1000 ഇൻഡിവിജ്വൽസ് ഉണ്ട്. അതിന്റെ DX നോക്കിക്കേ, അതായത് 1000 ഇൻഡിവിജ്വൽസിൽ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 500. അപ്പൊ 1500 പേര് പോയിട്ടുണ്ട്. അപ്പൊ അടുത്തത് നോക്കിക്കേ NX എത്രയാണ്? അപ്പൊ 1500 പേര് പോയി, ഇനി 500 ആളുകളെ ഉള്ളൂ. അതിന്റെ DX നോക്കിക്കേ, അതായത് 500 എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 200 പേര് പോയി. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ നോക്കിക്കേ, 2 നിട്ടകണിന്റെ നേരെ, ഇനി 500 200 ആൾക്കാർ പോയി, ഇനി 300 ആൾക്കാരേ ഉള്ളൂ. ഈ 300 എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 100 ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത NX നോക്കുമ്പോൾ 200 ആണ്. അതായത് 300 100 ആൾക്കാർ പോയി, പിന്നെ 200 ഉള്ളൂ. അപ്പൊ 200 ആൾക്കാരിൽ നിന്ന് പിന്നെ എത്ര പേര് മരിച്ചു, 100 ആൾക്കാർ മരിച്ചു. ഓക്കെ, അപ്പൊ ഇനി മൊത്തം 200 - 100 എന്ന് പറയുമ്പോൾ ഇപ്പൊ മൊത്തത്തിൽ 100 ഇൻഡിവിജ്വൽസ് ഉള്ളൂ. 100 നിന്ന് പിന്നെ 50 പേര് പോയി. അപ്പൊ എത്ര ആൾക്കാരുണ്ട്, 50 ഇൻഡിവിജ്വൽസ് ഉള്ളൂ, പിന്നെ 50 ഇൻഡിവിജ്വൽസ് മരിച്ചു. ഈ രീതിയിലാണ് ലൈഫ് ടേബിൾ പോയേക്കുന്നത്. ഇനി LX കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസ് പറയണ 1000 ഇൻഡിവിജ്വൽസ് ഉണ്ടായിരുന്നു, അതിൽ 500 പേര് മരിച്ചു. ഇനി LX കാണുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് 1000 ആണ്. 1000 നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ 1000വും 1000 NX എത്രയാണ്, 1000. അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ്, 1. അതാണ് LX എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കേ, രണ്ടാമത്തെ കേസിൽ NX എന്ന് പറയുന്നത് 500 ആണ്. അപ്പൊ 500 ഡിവൈഡഡ് ബൈ മൊത്തം ഇൻഡിവിജ്വൽസ് 1000 ആണ് കൺസിഡർ ചെയ്യണം. അപ്പൊ 500 ഡിവൈഡഡ് ബൈ 1000 0.5 വന്നു. ഇനി അടുത്ത കേസിൽ എങ്ങനെയാണ്, 300 ഡിവൈഡഡ് ബൈ 1000 0.3 വന്നു. ഇനി അടുത്ത കേസിലോ 200 ഡിവൈഡഡ് ബൈ 1000 0.2. അടുത്തതോ 100 ഡിവൈഡഡ് ബൈ 1000 0.1. അടുത്തതോ 50 ഡിവൈഡഡ് ബൈ 1000 0.05. ഈ രീതിയിലാണ് LX കാൽക്കുലേറ്റ് ചെയ്തേക്കണം. അപ്പൊ LS കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ടോട്ടൽ ഇൻഡിവിജ്വൽ 1000 അത് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കൺസിഡർ ചെയ്യുന്നത്. MX അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, 0, 2.0,
3, 3, 2, 0 ഈ രീതിയിലാണ് തന്നേക്കുന്നത്. ഇനി LX ഇൻറ്റു MX എങ്ങനെ കാണുന്നത്? LX 1 കിട്ടി, MX 0 അപ്പൊ 1 ഇൻറ്റു 0 ഈക്വൽ ടു 0. അടുത്തതിന്റെ കേസോ, അടുത്തതിന്റെ LX എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പൊ 0.5 ഇൻറ്റു MX എത്രയാണ്? 2.0, അതായത് 2. അപ്പൊ 0.5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 1.0. ഓക്കെ, ഈ രീതിയിലാണ് ബാക്കിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. നോക്കിക്കേ, 0.3 ഇൻറ്റു 3 0.9, 0.2 ഇൻറ്റു 3 0.6, 0.1 ഇൻറ്റു 2 എത്രയാണ്? 0.2, 0.05 ഇൻറ്റു 0 0. അങ്ങനെ നമ്മൾ LX ഇൻറ്റു MX കണ്ടെത്തി. ഇനി മൊത്തത്തില് LX ഇൻറ്റു MXന്റെ മൊത്തം ടോട്ടലാണ് എന്ത്? R0 എന്ന് പറയുന്നത്. അപ്പൊ ഈ R0 എന്ന് വെച്ചാൽ എന്താണ്? മൊത്തത്തിലുള്ള നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് ആണ് R0. അപ്പൊ R0 കണ്ടെത്തേണ്ട ഇക്വേഷൻ എന്താണ്? സിഗ്മ LX ഇൻറ്റു MX. ഓക്കെ, ഈ കേസിൽ നമ്മളുടെ സിഗ്മ LX ഇൻറ്റു MX എന്ന് പറയുന്നത് 2.7 ആണ്. ദാറ്റ് ഈസ് ഇവിടുത്തെ നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് R0 എന്ന് പറയുന്നത് 2.7 ആണ്. അപ്പോ ലൈഫ് ടേബിളിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു കാൽക്കുലേറ്റ് ദ നെറ്റ് ഫെർട്ടിലിറ്റി റേറ്റ് ഓഫ് എ ഗിവൺ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് R0. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫെർട്ടൈൽ ഓർ അഡൽട്ട് ഫീമെയിൽ ഇൻ പോപ്പുലേഷൻ. അപ്പൊ R0 ഈക്വൽ ടു LX ഇൻറ്റു MX. ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയുമാണ് ലൈഫ് ടേബിളിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ.